പറയുമ്പോൾ ഒരാളെ കുറിച്ച് മാത്രം അവർ പറഞ്ഞുകൊണ്ടിരിക്കണേ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളും ശ്രമിക്കുന്ന എന്താണ് അങ്ങനെ അല്ലാന്ന് പ്രൂവ് ചെയ്യണം. നിങ്ങൾ 4 പേരും സംസാരിക്കണം. ഇതിനകത്ത് ഗബ്രി മാത്രം സംസാരിച്ചു. ഗബ്രി അല്ല, ഞാൻ സംസാരിക്കുന്നത് കണ്ടില്ല. മിണ്ടല്ലേ ഗബ്രി എന്ന് പറഞ്ഞാൽ ഞാൻ ആ സമയത്ത് സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നീ പറയുന്നതിനേക്കാളും നല്ല പോയിന്റ് ഞങ്ങൾക്കുണ്ട്. അത് പറയാനുള്ള അവസരം വെറുതെ ഇങ്ങനെ ഷൗട്ട് ചെയ്ത് കാര്യമില്ല. ആർക്കൊന്നും കേൾക്കില്ല. പോയിന്റ് കറക്റ്റ് ആയിട്ട് പറഞ്ഞ് നിർത്തും, അത്രേ ഉള്ളൂ. മാറ്റണം. അതിന്റെ ഇടയിൽ നീ നമ്മളെ ഇതാക്കരുത്. ടീമിന്റെ നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവര് നോക്കുമ്പോ എന്താണ് കാഴ്ചക്കാരിൽ നിന്നുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. ആദ്യത്തിൽ നിങ്ങൾക്ക് ഒരു ഒത്തൊരുമ ഉണ്ടായിരുന്നു, രണ്ടാമത്തിൽ നിങ്ങൾക്ക് അതില്ലായിരുന്നു. കാരണം അത് അവര് തന്നെ പറയുകയും ചെയ്തു. അങ്ങനെ അവരെ കൊണ്ട് കാരണം ഗബ്രിയാണ്. അത്രേ ഉള്ളൂ. നീ സ്പേസ് കൊടുക്കുന്നില്ല. ഞാനിവിടെ പറയുമ്പോഴും നീ ലൈക്ക് എന്റെ അടുത്ത് ഷൗട്ട് ചെയ്യും. ഞാനതിൽ എനിക്ക് ഞാൻ എന്നിട്ട് അവിടെ വന്നിട്ട് ഞാൻ പറയാം നിങ്ങൾ തമ്മിൽ യൂണിറ്റിയിൽ അങ്ങനെ ഞാൻ ആക്ഷൻ. അത് മാത്രമല്ല, ഇവിടെ നമ്മൾ തുടങ്ങിയ സമയത്ത് ഗബ്രിയോട് 4 പേരോട് നമ്മൾ പറഞ്ഞാണ് നമ്മുടെ റിയാക്ഷൻ കൊണ്ട് പോലും അവരുടെ അടുത്ത് ഇതാക്കരുതെന്ന്. എന്താണ് ആക്കിയത്? നീ ഇവിടെ ഡിസ്റെസ്പെക്ട്. ഞാൻ എന്റെ വായിൽ ചുണ്ടടക്കുന്നത് അവരെ ബാധിക്കുന്ന കാര്യമല്ല. അങ്ങനെ പറയാൻ പാടില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അതെങ്ങനെ പറ്റും? എടാ, നീ അത് കളിയാക്കുന്ന പോലെയാണ്. നീ എന്റെ ശബ്ദം നീ റിപ്പോർട്ടറാണ്. ഗബ്രി ആയിട്ടല്ല. നീ ഇപ്പൊ റിപ്പോർട്ടറാണ്. ഞാനിപ്പോ റിപ്പോർട്ടറാണ്. ഇപ്പൊ ഞാനും നീ തമ്മിൽ വാഗ്വാദം വരുമ്പോ ഞാൻ ഇങ്ങനെ പറയുന്നത് ജാസ്മിനായി നിൽക്കുമ്പോ എനിക്ക് ട്രിഗർ ചെയ്യാം. ഗബ്രി ആയി നിൽക്കുമ്പോഴും നിനക്ക് ട്രിഗർ ചെയ്യാം. പൊസിഷൻ അതാണ്. നിനക്ക് ട്രിഗർ ചെയ്യുന്ന ചോദ്യങ്ങൾ ചോദിക്കാം, പക്ഷെ ആക്ഷൻസ് കാണിക്കുന്നത്. ഓക്കെ, ലീവ് ഇറ്റ്. നമ്മള് പറയാനുള്ളത് പറഞ്ഞ് നെക്സ്റ്റ് ടീം വരുമ്പോ പറയാനുള്ള അവസരം തരാം.